സാജു, ഇത് മൊത്തത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട PR എക്സസൈസിനെ ഡിസ്റ്റേബ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണോ? കാരണം ഈ വികസന പരിപാടികൾ, ക്ഷേമ പരിപാടികളൊക്കെയും പ്രചരിപ്പിക്കുന്നു. അതിന്റെ കൂടെ മുഖ്യമന്ത്രിക്ക് ചില ഇമേജ് ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ സുജിത് ഭക്തന്റെ ഇന്റർവ്യൂവിന്റെ ടൈറ്റിൽ പോലും അതാണ്, കേറിവാടാ മക്കളെ എന്നുള്ളത്. കാരണം അദ്ദേഹം അത്ര ധിക്കാരിയായ ഒരാളല്ല എന്ന് സ്ഥാപിക്കൽ പ്രധാനമാണ്. കാരണം ഈ പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തട്ടിമാറ്റുന്നത്, അല്ലെങ്കിൽ പല നിലയ്ക്കും അദ്ദേഹം നടത്തിയിട്ടുള്ള ചില കവിഞ്ഞ വർത്തമാനങ്ങൾ, അത് ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഏരിയ ക്ലിയർ ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ടീമിന് മനസ്സിലാവണം. അതാണ് അവർ ഈ യൂട്യൂബ് അഭിമുഖങ്ങളുടെ ഒക്കെ കാര്യം അതാണ്. സോ ആ ഏരിയ പിന്നെയും ഒരു ബ്ലോക്കായിട്ട് കിടക്കുകയാണോ അദ്ദേഹത്തിന്റെ ടീമിന്? തീർച്ചയായും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിണറായി വിജയൻ കാര്യങ്ങളെ വളരെ ഷാർപ്പായി തന്നെ മറുപടി പറയുകയും നിലപാടെടുത്തു പോവുകയും ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള പൊതു അഭിപ്രായം. പക്ഷേ അപ്പോഴും ധാർഷ്ട്യത്തിന്റെ നിലപാടുകൾ പലപ്പോഴും പിണറായി വിജയനിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ എമ്പാടുമുണ്ട് താനും. പക്ഷേ അതിനെയൊക്കെ മറികടന്നു പിണറായി വിജയൻ എന്ന് സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു അടുത്ത കാലത്ത് ഉണ്ടായി വന്ന PR എക്സസൈസുകൾ. അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്നു ഒരു നിമിഷം കൊണ്ട് തന്നെ. ജി സുധാകരനെതിരെ അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം ചെറ്റത്തരം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച വിവാദങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉടലെടുത്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് സ്ഥിരം പ്രയോഗമാണ്, അത് പ്രത്യേകം പറയണം. ആ പ്രയോഗത്തിന് എത്രത്തോളം പൊളിറ്റിക്കലാണ് എന്ന ചോദ്യമുണ്ട്. അതിനും ഇന്ന് അദ്ദേഹം മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ ചോദ്യം ഉയർന്നു വന്നപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത്, ഞാൻ സുധാകരനെ ചെറ്റ എന്ന് വിളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അങ്ങനെ വിളിച്ചിട്ടില്ല. ചെറ്റ ഒരു അൺപാർലമെന്ററി വാക്കായത് എപ്പോഴാണെന്ന് അറിയില്ല. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന പ്രയോഗം എത്രയോ നാളുകളായി ഉപയോഗിക്കുന്നതാണ് എന്നാണ് ഇന്ന് ആ വിഷയത്തിൽ കൂടി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് നമ്മൾ NK പ്രേമേന്ദ്രനെതിരെ അദ്ദേഹം നടത്തിയ പ്രയോഗം ഓർമ്മയുണ്ട്. അതിനപ്പുറത്ത് താമരശ്ശേരി ബിഷപ്പിനെതിരെ നടത്തിയ പ്രയോഗങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല ഘട്ടത്തിലും അൺപാർലമെന്ററിയായ പദങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ചിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ ഇന്നലത്തേത് അദ്ദേഹം അതിനുശേഷം ഉയർത്തിക്കൊണ്ടുവന്ന തന്റെ സ്വഭാവ സവിശേഷതകളിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന നിലയ്ക്ക് അവതരിപ്പിച്ച എല്ലാത്തിനെയും നിഷ്പ്രഭമാക്കി കളയുന്നു. ഇന്നലെ വന്നത് ഒരാളോട് വീട്ടിൽ പോയി ഒരു പൗരൻ, ഒരു വോട്ടർ ഒരു ചോദ്യം ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചോദ്യം ഉന്നയിച്ച സദസ്സ് പ്രശ്നമുണ്ട്, ആ ചോദ്യം ഉന്നയിക്കാൻ പറ്റുന്ന സദസ്സിലല്ല ഉന്നയിച്ചത് എന്നതെല്ലാം അംഗീകരിച്ച് നൽകാം മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ എന്നിരിക്കെയും ഒരു മുഖ്യമന്ത്രിയോട് ഒരു പൗരൻ ഏത് ഘട്ടത്തിലും ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ആ മുഖ്യമന്ത്രിയുടെ ഇഷ്ടം പോലെ ഇരിക്കെ, പക്ഷേ അത് വീട്ടിൽ പോയി ചോദിക്കോ എന്ന് പറയുന്നത് അതൊരു കടന്ന പ്രയോഗമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ പിണറായി വിജയൻ എന്തൊക്കെ ന്യായീകരണം നടത്തിയാലും ആ പ്രയോഗം പിൻവലിക്കുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ പ്രയോഗം താൻ പിൻവലിക്കുന്നു. അതിനകത്ത് താൻ അങ്ങനെ പറയേണ്ടതില്ല. അയാൾ ചോദിച്ച സദസ്സും പൊതുയോഗത്തിന്റെ മര്യാദയും ഒന്നും പാലിച്ചില്ലെങ്കിൽ പോലും തന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകരുതായിരുന്നു എന്നാണ് ഇന്ന് പിണറായി വിജയൻ മറുപടി നൽകിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഔന്നിത്യം ഉയർന്നു നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതുണ്ടായിട്ടില്ല. ന്യായീകരിക്കാനാണ് ആ വാക്കുകളെ, തന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളെ ന്യായീകരിക്കുകയാണ് ഇന്നും പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നിഷാദ്, യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിണറായി വിജയൻ വേണമെങ്കിൽ ഞാൻ ആ പ്രയോഗം ഒഴിവാക്കാമായിരുന്നു. ഇത് ചോദ്യം ചോദിക്കാനുള്ള വേദിയല്ല സുഹൃത്തെ എന്ന് പറയാമായിരുന്നു. അത് പറയാതെ അയാളുടെ ഒരു അധികാരിയെ പോലെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞത് തെറ്റായ വാക്കായിപ്പോയി എന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ല. രാഷ്ട്രീയ ചെറ്റത്തരം എന്ന വാക്ക്, ചെറ്റ എന്ന പ്രയോഗം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്നു മുതലാണ് തെറ്റായതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് പിണറായി വിജയൻ. അങ്ങനെ നോക്കിയാൽ ഇതിനു മുൻപ് നാം പ്രയോഗിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങളും, പല പ്രയോഗങ്ങളും അവയെല്ലാം ശരിയായിരുന്നില്ല. നാം അവയെല്ലാം തിരുത്തിയും നവീകരിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ചിലത് തിരുത്താൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെയെങ്കിൽ പഴയതെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങളെ, ജാതി വ്യവസ്ഥ എല്ലാം മറികടന്ന് മുന്നോട്ട് പോവുകയാണ് നമ്മൾ. ഇപ്പൊ ജാതി വ്യവസ്ഥയുടെ അധസ്ഥിതരോടുള്ള പുച്ഛത്തിന്റെ, അവഗണനയുടെ അവശിഷ്ടങ്ങളാണ് ചെറ്റത്തരം പോലെയുള്ള വാക്കുകൾ. അത് പൊതുവേദിയിൽ പ്രയോഗിക്കാൻ പാടില്ല എന്ന് മാതൃകാപരമായി ഇടപെടേണ്ട ആളുകൾ പഠിക്കേണ്ടതുണ്ട്. പിണറായി വിജയൻ പലപ്പോഴായി ഈ പ്രയോഗം നടത്തുമ്പോൾ അദ്ദേഹത്തെ ആളുകൾക്ക് വേണമെങ്കിൽ അഡ്വൈസ് ചെയ്യാമല്ലോ, ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്, ഇതല്ല പ്രയോഗിക്കേണ്ടത് ഒരു മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം പൊളിറ്റിക്കലി അപ്ഡേറ്റഡ് അല്ല എന്നുകൂടി വിചാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തായാലും വലിയ തോതിലുള്ള പ്രസംഗമല്ല. പ്രസംഗമധ്യേ അദ്ദേഹം ഒരു വോട്ടറോട് ചോദ്യം വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത് വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ
ഇമേജ് റീബിൽഡ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചത് മൊത്തം പാളിപ്പോയി എന്ന പൊതുവായ വിമർശനം ഇതിനകത്തുണ്ട്.